Hello friends, welcome back to our YouTube channel. I am Gauri. So, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എൻ്റെ ചേച്ചി ഇവിടെ വരാത്തതെന്ന്. എൻ്റെ ചേച്ചി ഇവിടെ വരാത്തതിന് കാരണം ചേച്ചിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഇവിടെ ഒരു കൊറിയർ ബോക്സ് ആണുള്ളത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സർപ്രൈസ് ആയിട്ടാണ് അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ അച്ഛൻ തന്നതാണ്. ഓക്കെ, ഇപ്രാവശ്യം ഓപ്പോളാണ് ക്യാമറകളായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. കയറിപ്പോയി. ഫ്രണ്ട്സ്, ഇതിൽ ഒരുപാട് എന്തുണ്ടാവും? യെസ്, ബുക്സ്. ഇവിടെ ഒരുപാട് ബുക്സാണ് ഉള്ളത്. കുറേ ബുക്സ് ഉണ്ട് ഗൈസ്. സൈഡിൽ കൂടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബുക്സിൻ്റെ കാര്യങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 2 3 മാജിക്. അപ്പോൾ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞാനിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാജിക്കാണ് ഗൈസ്, മാജിക്. സോറി, വീണ്ടും ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇത്രയും ബുക്സാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛൻ തന്നിട്ടുള്ളത്. നമ്മുടെ വെക്കേഷൻ ആയതുകൊണ്ട് റീഡിങ്ങൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മലയാളം ബുക്സ് റീഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇത് ഈ ബുക്സ് എല്ലാ ബുക്സും ഞങ്ങൾ മേടിച്ചത് ബലൂൺ ക്രിയേഷൻസ് എന്നാണ് ഞങ്ങളിത് മേടിച്ചത്. നിങ്ങൾക്കത് ആവശ്യമുണ്ട് ഇപ്പോൾ കാണിച്ചിട്ട് ഒരു കുഞ്ഞു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കിയതാണ്, മനസ്സിലാക്കിയതാണ്. രാമായണത്തിൻ്റെ ലാസ്റ്റ് പേജിൽ രാമായണം അധ്യായം 3 ഉടൻ വരുന്നു എന്നാണ്, കമ്മിങ് സൂൺ ആണ്. അപ്പോൾ രാമായണം അധ്യായം 3 ഉണ്ട്. അധ്യായം പറഞ്ഞ് നിങ്ങൾക്കറിയില്ലേ? പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മഹാഭാരതത്തിന് 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുണ്ട്. ഇത്രയും അധ്യായങ്ങളാണ് ഇപ്പോൾ വിൽപ്പനയിലുള്ളത്. ഇനി ഇതിൻ്റെ ശരിക്കും ടോട്ടൽ 40 അധ്യായങ്ങളാണുള്ളത്. ആകെ 11 ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 11 മേടിച്ചു. പിന്നെ ഈ രാമായണത്തിന് കമ്മിങ് സൂൺ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഈ ഡിങ്കൻ, പിന്നെ ഈ കവളപ്പാറക്കൊമ്പൻ, ഇതൊക്കെ നല്ല സ്റ്റോറീസാണ്. പിന്നെ ഇത് പണ്ടത്തെ ഡിങ്കനാണെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡിങ്കനൊക്കെ അവർ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾ ഈ ബലൂൺ ക്രിയേഷൻസ് എന്നതൊക്കെ മേടിക്കുമ്പോൾ കുട്ടികൾക്ക് വെക്കേഷന് നല്ലതായിരിക്കും. ഓക്കെ, ആവശ്യമുള്ളവർ മേടിക്കുക. ഓക്കെ, അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ ബുക്സും നമുക്ക് ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാൻ പോവാണ്. ഫസ്റ്റ് മുതൽ നമുക്ക് ഡിങ്കൻ എന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഡിങ്കനാണ് എടുത്തിരിക്കുന്നത്. ഡിങ്കനിൽ ഫസ്റ്റ് തന്നെ നല്ല തിക്കായിട്ടുള്ള പേജസ് ആണ്. പെട്ടെന്നൊന്നും അങ്ങനെ കീറി പോരില്ല, അങ്ങനത്തെ പേജസ് ആണ്. നല്ല കുറേ കുഞ്ഞു കുഞ്ഞു കഥകളുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോന്ന് ഉണ്ട്. നല്ല പിക്ചർ സ്റ്റോറിയാണ് ഗൈസ്. ഇത് മൊത്തം പിക്ചർ സ്റ്റോറീസ് ആട്ടോ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് മൊത്തം പിക്ചർ സ്റ്റോറീസ് ആണ്. അത് പറയാൻ നല്ല മറന്നു. ഈ പിക്ചർ സ്റ്റോറീസ് ആകുമ്പോൾ എല്ലാവർക്കും വായിക്കാൻ നല്ല രസമുണ്ടാവും. ഈ നോർമൽ സ്റ്റോറി ബുക്സ് ആകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇതിപ്പോൾ വായിച്ച് തരേണ്ടതെന്ന് തോന്നും. പക്ഷേ ഈ പിക്ചർ സ്റ്റോറീസ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് മേടിച്ചോളൂ, ആവശ്യമുള്ളതൊക്കെ മേടിച്ചോളൂ. ഓക്കെ, ഡിങ്കിന് നിങ്ങൾ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് കവളപ്പാറക്കൊമ്പൻ നോക്കാം. കവളപ്പാറക്കൊമ്പൻ നല്ലൊരു കഥയാണെന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെയാണ്, നല്ല പേജസ് ആണ്. ഇതും ചിത്രകഥകൾ തന്നെയാണ്. കുറേ ചിത്രകഥകൾ ഉണ്ട് ഇവിടെ. രാമായണത്തിനെ കുറിച്ചിട്ടുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. കവളപ്പാറക്കൊമ്പനും കഴിഞ്ഞു. ഇനി നേരെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാമായണത്തിൽ. രാമായണം അധ്യായം 1-ലാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഓക്കെ, ഇവിടെ രാമൻ, ലക്ഷ്മണൻ, സീത ഉണ്ട്. അങ്ങനെ ഇതൊരു ഡയറി പോലെയാണ്. ഇതും നല്ല തിക്കുള്ള പേജസ് തന്നെയാണ്, എല്ലാത്തിനും നല്ല തിക്കാണ്. ഓക്കെ, അപ്പോൾ രാമായണം ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് രാമായണം അധ്യായം 2 ഉടൻ വരുന്നു എന്നാണുള്ളത്. രാമായണം അധ്യായം 2. ഓക്കെ, ഇപ്പം നമ്മളുടെ രാമായണം കഴിഞ്ഞു. 1-ാമത്തെ അധ്യായം മാത്രം കഴിഞ്ഞു. ഇതിപ്പോൾ 2-ാമത്തെ അധ്യായം. രാമായണത്തിന് 3-ാമത്തെ അധ്യായം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാമായണം 2-ാമത്തെ അധ്യായം കാണാം.
ഇത് ഇതേപോലെ തന്നെയാണ് ബലൂൺ ക്രിയേഷൻസിൻ്റെ ഇതേപോലെ തന്നെ കുറേ രാമായണം അധ്യായങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് രാമായണം അധ്യായം ഉടൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ രാമായണം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മഹാഭാരതം. അത്ര വലുപ്പമുള്ളതുകൊണ്ടായിരുന്നു ഞാൻ ഇത് ലാസ്റ്റ് വെച്ചിനെ. ഓക്കെ, മഹാഭാരതം അധ്യായം 1 ഇവിടെ കാണുന്നത്. ഈ മഹാഭാരതം അധ്യായം 1 കുറേ നല്ല പിക്ചർ സ്റ്റോറീസ് ആണ്. ഇതൊക്കെ ഞാൻ വായിക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് രാമായണം എന്ന് വരുന്നത്. മഹാഭാരതം അധ്യായം 1. ഓക്കെ, അധ്യായം 1 പുറത്ത് കിടക്കട്ടെ. ഇനി അധ്യായം 2 ഇങ്ങനെ തന്നെയാണ്. ഇത് കുറേ പേരെ കുറിച്ചിട്ടുള്ള കുറേ വാരിയേഴ്സിനെ കുറിച്ചിട്ടുള്ള കഥയൊക്കെയാണ്. അതും ഇതേപോലെ തന്നെ നല്ലൊരു ഇതാണ്. അടുത്തായിട്ട് നമുക്ക് കാണുന്ന അധ്യായം 3. അധ്യായം 3 നല്ല തന്നെയാണ്. അധ്യായം 2 1 പോലെ. ഇനി അധ്യായം 4. അധ്യായം 4 നല്ല ഇതാണ്. അധ്യായം 5 നമ്മുടെ അർജുനൻ ജനിച്ച കഥയൊക്കെ ഉണ്ട് ഇതിൽ. അടുത്തായിട്ട് അധ്യായം 6 ഇതിൽ കൃഷ്ണൻ ജനിച്ച കഥയാണ് ഇതിൽ തുടങ്ങുന്നത്. അതെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ അത് വായിച്ചു നോക്കിയിട്ടില്ല. അടുത്തായിട്ട് അധ്യായം 7. അധ്യായം 7 കൃഷ്ണനും ഒരു ആനയൊക്കെ ആയിട്ടാണ്. ഈ കഥ എനിക്ക് അറിയുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ആവശ്യമുള്ളവരിത് വാങ്ങിക്കണം. ഇത് കൃഷ്ണനും കംസനാണ് തോന്നുന്നുണ്ട്. കൃഷ്ണൻ്റെ കുറേ പുരാണങ്ങളൊക്കെ ഉണ്ട് ഈ മഹാഭാരതത്തിൽ. ഓക്കെ, അടുത്തായിട്ട് അധ്യായം 9 നിങ്ങൾ കാണുന്നത്. ഇതേതാ കുട്ടിയെന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം. ഇതാണ് അധ്യായം 9. അധ്യായം 10 നമ്മളിവിടെ കാണുന്നുണ്ട്. ഇത് ഈ ഫോട്ടോ കാണുമ്പോൾ എന്തോ പോലെ പേടിയുണ്ട്, പക്ഷെ അത് പണ്ടത്തെ പുരാണങ്ങളാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇനി അധ്യായം 11 അവസാനത്തെ അധ്യായമാണ്. ഇപ്പം നമുക്ക് കിട്ടിയതിൻ്റെ അവസാനത്തെ അധ്യായമാണ്. ഇനി ടോട്ടൽ 40 അധ്യായങ്ങളുണ്ട്, 40 എണ്ണം. അപ്പോൾ ഇപ്പം നമുക്ക് വിൽപ്പനയിലുള്ളത് 11 മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 11 തന്നെ മേടിച്ചിട്ടുണ്ട്. ഇത് ആരെക്കുറിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ഇതേപോലെ നല്ല പിക്ചർ സ്റ്റോറീസൊക്കെയാണ്, മൊത്തം പിക്ചർ സ്റ്റോറീസാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും പിക്ചർ സ്റ്റോറീസ് അല്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, എല്ലാം പിക്ചർ സ്റ്റോറീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഒരു മിനിറ്റ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് മുകളിൽ കാണുന്ന ബെല്ലും ക്ലിക്ക് ചെയ്യണേ. ടാറ്റാ.